ഹലോ മക്കളെ, എന്നാ ഉണ്ട് നിങ്ങൾക്ക് വിശേഷമൊക്കെ? സുഖമാണല്ലോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് കാർഡിയാക് സൈക്കിളിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? നിങ്ങൾ ഈ പാഠം വായിച്ചു നോക്കിയോ? ടീച്ചർ പറഞ്ഞ പോലെ നോട്ടൊക്കെ സെറ്റ് ചെയ്തായിരുന്നോ നിങ്ങൾ? ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് സെറ്റായിട്ട് തന്നെ പുതിയ ടോപ്പിക്ക് തുടങ്ങാം. എന്താണ്? ഇ സി ജി എന്ന പുതിയ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് നമ്മൾ ഇതിനു മുന്നേ എന്താണ് കണ്ടത്? ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ, ഹൃദയത്തിന്റെ പാർട്സ് എന്താണ്, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി എന്താണ് നമ്മൾ ഇ.സി.ജിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇ.സി.ജി എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ദെൻ ഈ ഒരു ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഇൻസ്ട്രുമെന്റിന്റെ സഹായത്തോടു കൂടി എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാം കിട്ടുന്നു. എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം കിട്ടുന്നു. എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിലൊക്കെ? നമ്മൾ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വേദനയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഇ.സി.ജി എടുക്കാൻ പറയും അല്ലെ? അപ്പൊ എന്താണ് ആ ഇൻസ്ട്രുമെന്റ് ആയിട്ട് വന്നിട്ട് എന്താണ് അത് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ബില്ലൊക്കെ വരുന്ന പോലെ ഒരു വെള്ള പേപ്പർ ഇങ്ങനെ വരുന്ന കാണാം അല്ലെ? അത് കുറെ ലൈൻസ് ഉണ്ട് അല്ലെ? പിന്നെ വേവ്സ് പോലെ കുറെ കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റും അതിനെ തുടർന്ന് വരുന്ന ഇലക്ട്രോ കാർഡിയോഗ്രാമും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഇ.സി.ജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണ്. ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്താണ്? യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ആൻ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഇ.സി.ജിയിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ അതിലൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണുള്ളത്. എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യുന്നത് അതിൽ? ഓക്കെ, നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ. ഏതാണ്? ഒരു കാർഡിയാക് സൈക്കിൾ നടക്കുമ്പോൾ എന്താണ് ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളെ ഇതിൽ കാണിക്കുന്നത്. കാർഡിയാക് സൈക്കിൾ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു കാർഡിയാക് സൈക്കിളിന് എത്ര മിനിറ്റ് എടുക്കുന്ന ടീച്ചർ പറഞ്ഞത്? എത്ര സെക്കൻഡ് എടുക്കുന്ന പറഞ്ഞത്? 0.8 സെക്കൻഡ് ആന്ന് പറഞ്ഞു. ഒരു കാർഡിയാക് സൈക്കിളിൽ എന്തൊക്കെ വരും? ജോയിന്റ് ഡയസ്റ്റോൾ വരും അല്ലെ? പിന്നെ ഏട്രിയൽ സിസ്റ്റോൾ വരും, വെൻട്രിക്കുലാർ സിസ്റ്റോൾ വരും. ഇതൊക്കെ എന്താന്നാ പറഞ്ഞത്? എന്താണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഏട്രിയത്തിനുണ്ടാകുന്ന കൺട്രാക്ഷൻ അല്ലെ? വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? വെൻട്രിക്കിൾസിനുണ്ടാകുന്ന ഒരു കൺട്രാക്ഷൻ അല്ലെ? ഇനി അതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ബൈക്കസ്പിഡും ട്രൈക്കസ്പിഡ് വാൽവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ആകുന്നുണ്ട്, ക്ലോസ്ഡ് ആവുന്നുണ്ട്. ദെൻ സെമിലൂണർ വാൽവ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ ആകുന്നുണ്ട്, ക്ലോസ്ഡ് ആവുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാർഡിയാക് സൈക്കിളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുവാണ്? റെക്കോർഡ് ചെയ്യുവാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇ.സി.ജി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ പേഷ്യന്റിന്റെ ചെസ്റ്റ് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണക്ട് ചെയ്യുന്നത്. എവിടെയാണ്? ചെസ്റ്റ് റീജിയനിലാണ് അല്ലെ? ചെസ്റ്റ് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിന് 3 ലെഡ് ഉണ്ട്. ഈ 3 ലെഡ് എവിടെ മെഷീനെ കണക്ട് ചെയ്ത് തുടർന്ന് വരുന്ന ആ ഒരു 3 ലെഡുകൾ ഇലക്ട്രിക്കൽ ലെഡാണ്. അത് ആ 3 ഇലക്ട്രിക്കൽ ലെഡ് എവിടെയാണ്? നമ്മുടെ പേഷ്യന്റിന്റെ ചെസ്റ്റ് റീജിയനിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ദ ഹാർട്ട് ആക്ടിവിറ്റി അല്ലെ? എന്താണ്? ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ആ ലെഡ് കണക്ട് ചെയ്തിരിക്കുന്ന ലെഡ് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കി അത് നമുക്ക് കാർഡിയോഗ്രാം ആയിട്ട് തരുന്നു. മനസ്സിലായോ? 3 ലെഡ് ഉണ്ട്. പേഷ്യന്റിന്റെ ചെസ്റ്റ് റീജിയനിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, എന്താണ് ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ഇവാലുവേഷൻ, അദ്ദേഹത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് കൂടുതലായിട്ടൊരു ഇവാലുവേഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ നടത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും? 3ൽ കൂടുതലുള്ള ലെഡ് അവിടെ കണക്ട് ചെയ്യിപ്പിക്കും കേട്ടോ. 3ൽ കൂടുതൽ ലെഡ് ചെസ്റ്റ് റീജിയനിൽ കണക്ട് ചെയ്യിപ്പിക്കും. എന്താണ്? മൾട്ടിപ്പിൾ ലെഡ്സ് അറ്റാച്ച്ഡ് ടു ദി ചെസ്റ്റ് റീജിയൻ. എന്താണ്? 3ൽ കൂടുതൽ ലെഡ് അദ്ദേഹത്തിന്റെ ചെസ്റ്റ് റീജിയനിൽ കണക്ട് ചെയ്യിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു എന്താണ്? ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ ഒരു ടീച്ചർ ഒരു പേപ്പറിൽ അല്ലെ ഇങ്ങനെ വരുവാന്ന് പറഞ്ഞു അല്ലെ? ഇതിലെന്താണ്? കുറേ ലൈൻസ് ഉണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു ലൈൻസ് ആ പേപ്പറിനുള്ളിലുണ്ട്. ഇ.സി.ജിയുടെ നമുക്ക് കിട്ടുന്ന അതിലെന്താണ്? പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണാൻ സാധിക്കും ഇങ്ങനെ വേവ്സ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വേവ്സ് പോലെ എന്ത് കാണാം? ആ പേപ്പറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിരിക്കുകയാണ്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ അതിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ
വേവ്സ് പോലെ എന്ത് ചെയ്തിരിക്കുവാണ്, ഇത് പോയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ ECG മെഷീനിൽ 3 പീക്കുകളുണ്ട്. പീക്കുകളുണ്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് അത് എടുക്കുമ്പോൾ കാണിക്കുന്ന പീക്കുകളാണ്. എത്രയാണ്? P to T വരെയാണ്. ഇതെന്താണ്, നമ്മുടെ ഹൃദയത്തിന്റെ സ്പെസിഫിക് ആക്ടിവിറ്റീനെ കാർഡിയാക് സൈക്കിളിനെ നോട്ട് ചെയ്യുന്നതാണ്. ഏതാണ്? P തൊട്ട് T വരെയുണ്ട്. P തൊട്ട് T വരെ ഇങ്ങനെയാണ് ECGയിലെ ആ പീക്കുകൾ വരുന്നത്. ഇനി ഇതിൽ എന്താണ്, നമ്മുടെ ഈ ഇതിൽ 3 വേവ്സ് ഉണ്ട്, 3 വേവുകളുണ്ട്. ഏതാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ P വേവ്. ഞാൻ പറഞ്ഞു പീക്ക് ഉണ്ടല്ലോ, ആ പീക്ക് തന്നെയാണ് ഈ വേവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, P to T വരെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതിൽ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് കാണുകയാണ്. ഫസ്റ്റ് വൺ P വേവ് എന്താണെന്നാണ് പറഞ്ഞത്. P വേവ് എന്ത് ചെയ്യുന്നു, എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എക്സിറ്റേഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് ദി ഏട്രിയ. എന്താണ്, നമ്മുടെ ഏട്രിയത്തിനുണ്ടാകുന്ന എക്സിറ്റേഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷനെ നോട്ട് ചെയ്യുന്നത് ഏതാണ്? P വേവ് ആണ് അല്ലെ. അതെന്ന് പറയുന്നത് എന്താണ്? ഏട്രിയൽ സിസ്റ്റോൾ ആണ് അല്ലെ. എക്സിറ്റേഷൻ ഓഫ് ഏട്രിയ അല്ലെ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ഉദ്ദേശിച്ചത് എന്താണ്? ഏട്രിയൽ സിസ്റ്റോൾ ആണ്. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ എന്താന്നാ പറഞ്ഞത്? നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ് സാൻ അല്ലെ. സൈനോ ഏട്രിയൽ നോഡ് ജനറേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഏട്രിയത്തിന്. 2 ഏട്രിയം ഏതൊക്കെയാണ്? ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട് അല്ലെ. ഈ 2 ഏട്രിയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ആ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? അവർ കൺട്രാക്ട് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറഞ്ഞത്? ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അതിനെ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ECGയിലെ ഏത് വേവ് ആണ്? P വേവ് ആണ് അത് എന്ത് ചെയ്യുന്നത്? അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഏത്? QRS കോംപ്ലക്സ്. എന്താണ്? QRS കോംപ്ലക്സ്. നമ്മൾ ആ ചിത്രത്തിൽ ഇത് നോക്കിക്കേ, ഇതാണ് P വേവ്. ദെൻ QRS കോംപ്ലക്സ് കണ്ടോ, ഇതാണ് എന്ത്? QRS കോംപ്ലക്സ് കേട്ടോ. ഇതാണ് എന്ത്? QRS കോംപ്ലക്സ്. 3 കൂടെ ചേർത്ത് അല്ലെ, QRS കോംപ്ലക്സ്. ഈ QRS കോംപ്ലക്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. നമ്മുടെ വെൻട്രിക്കിൾസിന്റെ കൺട്രാക്ഷനെയാണ് അത് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് കേട്ടോ. QRS കോംപ്ലക്സ് എന്ന് വെച്ചാൽ നമ്മുടെ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ എന്താന്നാ പറഞ്ഞത്? അതായത് ടീച്ചർ പറഞ്ഞായിരുന്നു, എന്തെന്നാ പറഞ്ഞത്? ഏട്രിയത്തിന് കൺട്രാക്ഷൻ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. ഏത്? സൈനോ ഏട്രിയൽ നോഡ് തരുന്ന ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ട്. അത് എങ്ങോട്ടും പോകുന്നു ആ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ എഫക്റ്റ്? ഹിസ് ബണ്ടിലൂടെ ആർക്കും കിട്ടുന്നുണ്ട്? നമ്മുടെ വെൻട്രിക്കിൾസിനും കിട്ടുന്നുണ്ട് അല്ലെ. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെൻട്രിക്കിൾസും എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വെൻട്രിക്കുലാർ കൺട്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ECGയിലെ ഏതാണ്? QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞ വേവ് ആണ്. അപ്പോൾ നമ്മൾ P വേവ് കണ്ടു, QRS കോംപ്ലക്സ് കണ്ടു. ദെൻ ഏതാണ്? T വേവ്. ഏതാണ്? T വേവ്. T വേവ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? റീപോളറൈസേഷൻ ആണ്. ദെൻ അതെന്ന് എൻഡ് ഓഫ് സിസ്റ്റോൾ, നമ്മുടെ ആ പ്രവർത്തനത്തിന്റെ അവസാനം അല്ലെ, എൻഡിങ് പോർഷൻ. അതിനാണ് എന്ത് ചെയ്യുന്നത്? T വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എന്താണ് കണ്ടത്? 3 വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. P വേവ് ഉണ്ട്, QRS കോംപ്ലക്സ് ഉണ്ട്, ദെൻ T വേവ്. നമുക്കറിയാം, നമ്മൾ ഈ ECG മെഷീനിൽ ഒരു ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ, കാർഡിയാക് സൈക്കിളിന്റെ പ്രവർത്തനത്തെ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ എന്താണ്? പീപ് പീപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കാം. ദാറ്റ് മീൻസ് എന്താണ്? ഹൃദയം വർക്ക് ചെയ്യുന്നതിന്റെ ആ പ്രവർത്തനത്തെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ പീ എന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു പോവും ആ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അവിടെ നിലച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? നിലച്ചിരിക്കുന്നു എന്നൊരു അർത്ഥമാണ് തരുന്നത്. മനസ്സിലായല്ലോ? ദെൻ എന്താണ്? ഡീവിയേഷൻ ഇൻ ദ ECG. അതായത് ECG നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ എന്താണ്? ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. കാർഡിയാക് സൈക്കിൾ എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥമാക്കുന്ന എന്താണ്? നമ്മുടെ ഹൃദയത്തിന് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താണ്? ഹൃദയ സംബന്ധമായ എന്തോ ഒരു രോഗമുണ്ട് എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ECGക്ക് എന്തുണ്ട്? ക്ലിനിക്കലി സിഗ്നിഫിക്കൻസ് ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ECG എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് തുടർന്ന് ആ രോഗിക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ECG ഡീവിയേഷൻ ഇൻ ECGയിൽ എന്തെങ്കിലും ഡീവിയേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്? എന്തെങ്കിലും ആ വ്യക്തിക്ക് ഒരു അബ്നോർമാലിറ്റി അല്ലെ, ഹൃദയ സംബന്ധമായ എന്തെങ്കിലുമൊക്കെയോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ളൊരു ഡിസീസസ് ഉണ്ട് അല്ലെ. ഇത്തരം കാര്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ECG എന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ
ECG കുറിച്ച് ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഡബിൾ സർക്കുലേഷൻ എന്ന ടോപ്പിക്കാണ്. എന്താണ് ഡബിൾ സർക്കുലേഷൻ? ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ബ്ലഡ് ഉണ്ട് അല്ലേ? ബ്ലഡ് ഉണ്ട്. ഇതെന്താണ്? നമ്മൾ ഹൃദയത്തിലൂടെ എത്ര പ്രാവശ്യം എന്താണ് അവരുടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക, അവരൊരു ഇത് എന്താണ് ബ്ലഡിൻ്റെ ആ ഫ്ലോ, ഒരു കറക്കം, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയത്തിലൂടെ ബ്ലഡ് കടന്നു പോകുന്നുണ്ട് എന്നൊരു അർത്ഥത്തിലാണ് കേട്ടോ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഹാർട്ട് ട്വൈസ് ഫോർ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് സർക്യൂട്ട്. ദെൻ ഇതിനകത്ത് എന്താണ്? രണ്ട് സർക്കുലേഷൻ ഉണ്ട്. പൾമിനറി സർക്കുലേഷനും ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. ഏതൊക്കെയാണ്? പൾമിനറി സർക്കുലേഷൻ ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ട്. ഇനി ഈ പൾമിനറി സർക്കുലേഷനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയവും ലങ്സും തമ്മിലുള്ള ഒരു സർക്കുലേഷൻ, അവർ തമ്മിലൊരു ബന്ധം, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലൂടെ എന്ത് സാധ്യമാകുന്നു? ബ്ലഡിന്റെ സർക്കുലേഷൻ സാധ്യമാക്കുന്നു. എന്താണ്? സർക്കുലേഷൻ ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ഹാർട്ട്. അപ്പം പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? ഹൃദയത്തെയും നമ്മുടെ ലങ്സിനെയും ഓർക്കണം. കാരണം എന്താണ്? നമ്മുടെ ഹൃദയം എവിടെ ലൊക്കേറ്റ് ചെയ്തെന്നാണ് ടീച്ചർ പറഞ്ഞത്? തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ അല്ലെ, രണ്ട് ലങ്സിന്റെ ഇടയിൽ അല്ലെ, ബിറ്റ്വീൻ ടു ലങ്സ് അല്ലെ. എങ്ങനെ ഇരിക്കുന്നെന്നാ പറഞ്ഞത്? അല്പം ഇടത്തേക്ക് ചേർന്നാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പൾമിനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്? എന്താണ്? സർക്കുലേഷൻ ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ഹാർട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഹൃദയത്തിലൂടെ അശുദ്ധ രക്തവും എന്താണ് ശുദ്ധരക്തവും കടന്നു പോകുന്നുണ്ട്. അശുദ്ധ രക്തം എന്ന് പറയുമ്പോൾ ഏതാണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജൻ ക്യാരിങ് അല്ലാത്ത അല്ലെ, ഓക്സിജൻ പ്രസന്റ് അല്ലാത്ത ബ്ലഡ്. ദെൻ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്സിജന്റെ പ്രസൻസ് ഉണ്ട് അല്ലെ, ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ്. അപ്പൊ ആദ്യം നമ്മുടെ ഹൃദയം ഒന്ന് മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ. എന്താണ്? റൈറ്റ് വെൻട്രിക്കിളിൽ കളക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, റൈറ്റ് വെൻട്രിക്കിളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? കളക്ട് ചെയ്തിരിക്കുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? പൾമിനറി ആർട്ടറിയിലേക്ക് പോകുന്നു. ഏത് കടന്നാണ്? എട്രി കടന്നാലല്ലേ പൾമിനറി ആർട്ടറി ചെല്ലാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലുണ്ട്. അവിടുന്ന് അവരെങ്ങോട്ട് പോകുന്നു? പൾമിനറി ആർട്ടറിയിലേക്ക് പോകുന്നു. അതുവഴി അവരെങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. മനസ്സിലായോ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ അശുദ്ധ രക്തം നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലുണ്ട്. റൈറ്റ് വെൻട്രിക്കിളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പൊ ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പൾമിനറി ആർട്ടറിയിലേക്ക് പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? പൾമിനറി ആർട്ടറിയിലേക്ക് പോകുന്നു. അവിടുന്ന് എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. എന്നിട്ട് പിന്നെ എന്താണ്? അവിടുന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു പൾമിനറി വെയിൻസ്. എന്താണ്? ഓക്സിജനേറ്റഡ് ആയിട്ട് ബ്ലഡ് അശുദ്ധ രക്തത്തെ ശുദ്ധരക്തമാക്കി, വിച്ച് മീൻസ് ഓക്സിജൻ ക്യാരിങ് ആയിട്ടുള്ള ഓക്സിജൻ പ്രസൻസ് ഉള്ള ബ്ലഡ് അത് എങ്ങോട്ട് പോകുന്നു? പൾമിനറി വെയിൻസിലേക്ക് പോകുന്നു. അവിടുന്ന് എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ഇത്രയാണ് ഇതിൽ നടക്കുന്നത്, പൾമിനറി സർക്കുലേഷനകത്ത് നടക്കുന്നത്. എന്താണ്? ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? പൾമിനറി വെയിൻസിലൂടെ എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ക്ലിയർ ആയോ? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. എന്താണ് പറഞ്ഞത്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡും ഉണ്ട്, ഓക്സിജനേറ്റഡ് ബ്ലഡും ഉണ്ട്. അത്രയും ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഹൃദയത്തിന്റെ റൈറ്റ് വെൻട്രിക്കിളിൽ നിറച്ചും എന്തുണ്ട്? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡിനെ പയ്യെ എന്താണ് എങ്ങോട്ട് കൊടുക്കുന്നു? പൾമിനറി ആർട്ടറിയിലേക്ക് കൊടുക്കുന്നു. ആ പൾമിനറി ആർട്ടറിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ഇനി ലങ്സ് ചെന്ന് അവിടുന്ന് നല്ല ആ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി മാറ്റുന്നു. അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നു? പൾമിനറി വെയിൻസിലൂടെ എങ്ങോട്ട് കൊണ്ടുവന്നു? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങോട്ട് കൊണ്ടുവരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത്രയാണ് ഏത് നടക്കുന്നത്? പൾമിനറി സർക്കുലേഷനിൽ നടക്കുന്നത്. അല്ലെ, നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? പൾമിനറി സർക്കുലേഷൻ എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ ഏതാ ടീച്ചർ പറഞ്ഞത്? ഏതാണ് പറഞ്ഞത്? സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്താണ്? മറ്റേടത്ത് നമ്മൾ ഹൃദയവും ലങ്സും തമ്മിലുള്ള സർക്കുലേഷൻ അല്ലെ, സർക്കുലേഷൻ ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ഹാർട്ട് ആയിരുന്നു ഏത്? പൾമിനറി സർക്കുലേഷൻ എന്ന് പറഞ്ഞത്. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് ബോഡി പാർട്സ്. നമുക്ക് ഈ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ശുദ്ധീകരിക്കുന്ന ബ്ലഡ് അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുവാണോ?
അല്ല, അത് നമ്മുടെ ബോഡിയുടെ വിവിധ പാർട്സിലേക്ക് പോവാണ് അല്ലെ. അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഈ ബ്ലഡ് എന്ത് ചെയ്യുവാണ്, ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓക്സിജന്റെ ബ്ലഡ് നമ്മുടെ ബോഡി പാർട്സിലേക്ക് പോവാണ്. അപ്പൊ എന്താണ് ഈ സിസ്റ്റമിക് സർക്കുലേഷന്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് ബോഡി പാർട്സ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ ഇപ്പൊ എന്തുണ്ട്, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്, അതായത് ശുദ്ധരക്തമുണ്ട് ഉണ്ടല്ലോ, ലെഫ്റ്റ് ഏട്രിയത്തിലുണ്ട്. അപ്പൊ എന്താണ്, ഓക്കെ, ലെഫ്റ്റ് ഏട്രിയത്തിൽ മറ്റേ പൾമണറി സർക്കുലേഷനിലാണ് ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് നമ്മൾ ഓക്സിജന്റെ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ എന്താന്ന് ചോദിച്ചാൽ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എന്തുണ്ട്, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്. അവിടെ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു, എറോട്ടയിലേക്ക് പോകുന്നു. എറോട്ടയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, ആർട്ടറീസിലേക്ക് പോകുന്നു. ദെൻ ആർട്ടറിയോൾസിലേക്ക് പോകുന്നു. ദെൻ കാപ്പിലറീസ്. കാപ്പിലറീസ് ഇസ് ദ ബേസിക് യൂണിറ്റ് ആണ് ബ്ലഡ് ഫ്ലോ അല്ലെ, നമ്മൾ ഓരോന്ന് പാസ് ചെയ്യുന്നത്. അപ്പോൾ കാപ്പിലറീസിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ബോഡിയിലെ ടിഷ്യൂവിലേക്ക് പോകുന്നു. നമ്മുടെ ഹൃദയം സെറ്റ് ചെയ്തിരിക്കുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എറോട്ടയിലേക്ക് പോകുന്നു. അവിടുന്ന് എങ്ങോട്ട് പോകുന്നു, ആർട്ടറീസിലേക്ക് പോകുന്നു. അവിടുന്ന് ആർട്ടറിയോൾസിലേക്ക് പോകുന്നു. ദെൻ അവിടുന്ന് കാപ്പിലറീസ്. ദെൻ അവിടുന്ന് എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ബോഡിയിലെ വിവിധ ടിഷ്യൂവിലേക്ക് ബ്ലഡിൽ പോകുന്നു. ദെൻ അവിടുന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഇനി എങ്ങനെയാ വരുന്നത്. അപ്പൊ നമ്മൾ അതായത് പൾമണറി സർക്കുലേഷനിലൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലഡ് ഉണ്ടല്ലോ, എന്ത് ബ്ലഡാ അത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതെങ്ങനെയാണ്, ഏട്രിയത്തിലൂടെ വെൻട്രിക്കിളിൽ വരുമല്ലോ. അപ്പോൾ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഇരിക്കുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് എറോട്ടയിലൂടെ പാസ് ചെയ്ത് ആർട്ടറീസിൽ പോയി, ആർട്ടറിയോൾസിൽ നിന്ന് പോയി കാപ്പിലറീസിൽ കടന്ന് നമ്മുടെ ബോഡിയിലെ ടിഷ്യൂയിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അശുദ്ധ രക്തത്തെ എങ്ങനെയാണ് നമ്മുടെ ടിഷ്യൂവിൽ നിന്ന് അശുദ്ധ രക്തമൊക്കെ വന്ന് വെന്യൂൾസിലൂടെ കടന്ന്, വെയിൻസിലൂടെ കടന്ന്, വീന കവയിലൂടെ കടന്ന് എങ്ങോട്ട് ചെല്ലുന്നു, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. റൈറ്റ് ഏട്രിയത്തിലേക്ക് ചെല്ലുന്നു. സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെ. റൈറ്റ് ഏട്രിയത്തിൽ പിന്നെ എന്ത് വരും, ഈ വന്നിരിക്കുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പിന്നെയും ബ്ലഡ് എങ്ങോട്ട് പോകും, അത് നമ്മൾ പിന്നെ പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യുകയാണ്, ഈ പൾമണറി സർക്കുലേഷൻ നടക്കുവാണ്. ഈ രണ്ട് സർക്കുലേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നു, ദെൻ അത് ശുദ്ധീകരിച്ചിട്ട് ലങ്സിലേക്ക് പോയി ശുദ്ധീകരിച്ചിട്ട് പിന്നെ ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നു അല്ലെ. ഇത് തന്നെ ഒരു കണ്ടിന്യൂഷൻ സർക്കിൾ അല്ലെ, ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സിസ്റ്റമിക് സർക്കുലേഷൻ എന്താന്ന് പറഞ്ഞത്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ നിന്ന്, ടിഷ്യൂവിൽ നിന്ന്, നമ്മുടെ ബോഡിയിലെ ടിഷ്യൂവിൽ നിന്ന് ഡീഓക്സിജൻ ആയിട്ടുള്ള ബ്ലഡ് വെന്യൂൾസിലൂടെ കടന്ന്, വെയിൻസിലൂടെ കടന്ന്, വീന കവയിലൂടെ വന്നു. വീന കവ ഇസ് ദ പാർട്ട് ഓഫ് അല്ലെ, നമ്മൾ ഹൃദയത്തിന്റെ ഇതിൽ കണ്ടതാണ്, ഹാർട്ടിന്റെ പാർട്ടായിട്ട് വരുന്ന ഭാഗമാണ് അല്ലെ വീന കവ. അപ്പോൾ വീന കവയിലൂടെ കടന്ന് എങ്ങോട്ട് പോകുന്നു, റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ഈ ഒരു സർക്കുലേഷനാണ് എന്തെന്ന് പറയുന്നത്, സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റമിക് സർക്കുലേഷനിൽ ബ്ലഡ് മാത്രമല്ല അവർ കൊണ്ടുപോകുന്നത്, അതിൻ്റെ കൂടെ അവർ ചില ന്യൂട്രിയൻസിനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജനെയും അതുപോലെ മറ്റ് സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത്, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലൂടെ. എന്തൊക്കെയാണ്, ന്യൂട്രിയൻസ്, ഓക്സിജന്, അങ്ങനെയുള്ള മറ്റ് ടിഷ്യൂസിന് ആവശ്യമായിട്ടുള്ള മറ്റ് സബ്സ്റ്റൻസിനൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CO2, അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റിന് ഇവർ സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആര്, സിസ്റ്റമിക് സർക്കുലേഷനിലൂടെ. ഇത് ഒരു ചിത്രം നോക്കിയേ, ചിത്രം ഒന്നുകൂടെ ടീച്ചർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതാണ്, നമ്മുടെ രണ്ട് സർക്കുലേഷനും അല്ലെ, ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെ സർക്കുലേഷൻ ഉണ്ടെന്നാ പറഞ്ഞേ, പൾമിനറി സർക്കുലേഷനും ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. അപ്പം ഈ പൾമിനറി സർക്കുലേഷനിൽ ആദ്യം എന്താന്നാ പറഞ്ഞത്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓർക്കുന്നുണ്ടോ, എന്താ ടീച്ചർ പറഞ്ഞത്, പൾമിനറി സർക്കുലേഷനിൽ ആര് തമ്മിലുള്ള, ലങ്സും ഹൃദയം തമ്മിലുള്ള അല്ലെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കൽ ടു പൾമിനറി ആർട്ടറി ടു ലങ്സ്. പൾമിനറി ആർട്ടറി ടു ലങ്സ്. നോക്കിയേ, ചിത്രം നോക്കിയേ. ഇത് അതായത് പൾമിനറി സർക്കുലേഷനകത്ത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ ഇതാണല്ലോ, ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് ഏട്രിയം. ക്ലിയർ ആയോ, കാണാവോ മക്കളെ? ഓക്കെ, ഇതാണ് റൈറ്റ് ഏട്രിയം, സോറി റൈറ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് ഏട്രിയം. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? അത്രയും അവിടെ ഇരുന്നോട്ടെ. ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് ഏട്രിയം. ഈ റൈറ്റ് വെൻട്രിക്കിൾ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്. എങ്ങനത്തെ ബ്ലഡ് ഉണ്ടെന്നാ പറഞ്ഞേ, ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഉണ്ട്. എവിടെ, റൈറ്റ് വെൻട്രിക്കിളിലുണ്ട്.
ഈ റൈറ്റ് വെൻട്രിക്കിൽ ഇരിക്കുന്ന ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത്? പൾമനറി ആർട്ടറിയിലൂടെ കടന്ന് എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. പറഞ്ഞേ, മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് റൈറ്റ് വെൻട്രിക്കിളിൽ ഇരിക്കുന്ന ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പൾമനറി ആർട്ടറിയിലൂടെ എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ആ ഒരു കാര്യം ടീച്ചർ പറഞ്ഞത്. ഇനി അടുത്തത് എന്താണ് പറഞ്ഞത്? ഡിയോക്സിനേറ്റഡ് ബ്ലഡാ, അതിനെ ഓക്സിജനേറ്റഡ് ആക്കി, ഓക്സിജൻ പ്രസൻസ് ഉള്ള ഒരു ബ്ലഡ് ആക്കി മാറ്റി. അതിനെ എന്ത് ചെയ്യുന്നു? പൾമനറി വെയിനിലൂടെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണല്ലോ ലെഫ്റ്റ് സൈഡ്. ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കൽ. പറഞ്ഞേ, ക്ലിയർ ആയോ? ടീച്ചർ ഇത്രയാണ് പറഞ്ഞത്. റൈറ്റ് വെൻട്രിക്കിളിൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഉണ്ട്, അതായത് അശുദ്ധ രക്തമുണ്ട്. ആ അശുദ്ധ രക്തം റൈറ്റ് വെൻട്രിക്കിളിലൂടെ എങ്ങോട്ട് പോകുന്നു? പൾമനറി ആർട്ടറിയിലേക്ക് കയറുന്നു. എങ്ങോട്ടാണ് കയറുന്നത്? പൾമനറി ആർട്ടറിയിലേക്ക് കയറുന്നു. ഓക്കെ മക്കളെ, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ പൾമനറി ആർട്ടറിയിലൂടെ കടന്ന്, പൾമനറിയുടെ ബ്ലഡ് ആണ്, പൾമനറി ആർട്ടറിയിലൂടെ കടന്ന് എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? ലങ്സിലേക്ക് പോകുന്നു. ഡിയോക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലുണ്ട്. അവര് പൾമനറി ആർട്ടറിയിലൂടെ എങ്ങോട്ട് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ദെൻ അത് കംപ്ലീറ്റ് ആയില്ല, പൾമനറി സർക്കുലേഷൻ കംപ്ലീറ്റ് ആയില്ല. ഇവിടെ നിന്ന് ഡിയോക്സിനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ഓക്സിജനേറ്റ് ആയിട്ട് മാറും അല്ലെ. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഈ പൾമനറി ആർട്ടറിയിൽ, പൾമനറി ആർട്ടറി അല്ല, പൾമനറി വെയിനിലൂടെ എങ്ങോട്ട് വരുന്നു? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ഇതാണ് ലെഫ്റ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. എങ്ങോട്ട് വരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ഇത്രയും ക്ലിയർ അല്ലേ? ഇതാണ് എന്ത്? നമ്മുടെ പൾമനറി സർക്കുലേഷൻ. ദെൻ സിസ്റ്റമിക് സർക്കുലേഷനിൽ എന്താന്ന് ചോദിച്ചാൽ, സിസ്റ്റമിക് സർക്കുലേഷനിൽ ടീച്ചർ എന്താണെന്നാ പറഞ്ഞത്? സിസ്റ്റമിക് സർക്കുലേഷനിൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണെന്നാ പറഞ്ഞത്? ഹൃദയവും നമ്മുടെ ബോഡിയിലെ മറ്റ് പാർട്സുകളും തമ്മിലുള്ള കണക്ഷൻ ആണ് അല്ലെ. സർക്കുലേഷൻ ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് വേരിയസ് ബോഡി പാർട്സ്. ഇവിടെ എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എറോട്ടയിലൂടെ കടന്ന് ആർട്ടറീസ്, ആർട്ടിയോൾസ്, കാപ്പിലറീസ്, ദെൻ ടു ടിഷ്യൂസ്. എവിടെയാണ്? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള നമ്മുടെ ബ്ലഡ്. ഇത് ലെഫ്റ്റ് ഏട്രിയ അല്ല, ഇത് വെൻട്രിക്കിളാ കേട്ടോ. ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള നമ്മുടെ ഏത് ബ്ലഡാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്താണ്? നമ്മുടെ എറോട്ടയിലൂടെ കടന്ന്, ഇതാണ് എറോട്ട, കണ്ടോ? ഈ പിങ്ക് ഷെയ്ഡിൽ കാണില്ലേ? ഓക്കെ, എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവരെന്താണ്? ഇതില് നമ്മുടെ എറോട്ടയിലൂടെ കടന്ന് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ എറോട്ടയിലൂടെ കടന്ന് നമ്മുടെ ബോഡിയിലെ ഓരോ ടിഷ്യൂയിലേക്കും പോകുന്നു. നമ്മുടെ ബോഡിയിലെ ഓരോ ടിഷ്യൂയിലേക്കും പോകുന്നു അല്ലെ. ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞത്? നോക്കിക്കേ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിലുണ്ട്. അവര് എറോട്ടയിലൂടെ ആർട്ടറീസ്, ആർട്ടറിയോൾസ്, കാപ്പിലറീസ്, അത് നമ്മുടെ ഉള്ള ബോഡി ടിഷ്യൂയിലുള്ള പാർട്സുകളാണ് അല്ലെ. എന്താണ്? ഫ്ലൂയിഡ് ഒക്കെ പോകുന്ന അല്ലെ കണക്റ്റിംഗ് ട്യൂബ്സുകളാണ് അല്ലെ. ആർട്ടറീസ്, ആർട്ടറിയോൾസ്, കാപ്പിലറീസിലൂടെ എവിടെ ചെല്ലുന്നു? നമ്മുടെ ടിഷ്യൂയിലേക്ക് ചെല്ലുന്നു. ക്ലിയർ ആയോ മക്കളെ? എവിടെയാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എറോട്ടയിലൂടെ കടന്ന്, ഇതാണ് നമ്മുടെ എറോട്ട, എന്താണ്? ആർട്ടറീസിലേക്ക് ചെന്ന്, ആർട്ടറിയോൾസിൽ ചെന്ന്, ദെൻ കാപ്പിലറീസിലൂടെ പാസ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ബോഡി ടിഷ്യൂസിലേക്ക് പോകുന്നു. നമ്മുടെ ബോഡിയിലെ അല്ലെ ടിഷ്യൂസിലേക്ക് പോകുന്നു. ദെൻ ഇത് സിസ്റ്റമിക് സർക്കുലേഷന്റെ ഹാഫേ ആയുള്ളൂ. ഇനി ബാക്കിയും കൂടെ കിടക്കുവാണ്. ഇനി എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്താണ്? അവര് എങ്ങനെയാന്നാ പറഞ്ഞത്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങനെ പോകുന്നെന്നാ പറഞ്ഞത്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ടിഷ്യൂവിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വെന്യൂൾസ്, വെയിൻസ്, വീനാക്കാവ. എന്താണ്? വെന്യൂൾസ്, വെയിൻസ്, വീനാക്കാവ. ഓക്കെ, വെന്യൂൾസ്, വെയിൻസ് പിന്നെ എന്താ കടന്ന് വീനാക്കാവയിലൂടെ കയറി എങ്ങോട്ട് പോകുന്നു? വീനാക്കാവയിലൂടെ കയറി നമ്മുടെ എങ്ങോട്ട് പോകുന്നു? റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു. എവിടെ എത്തുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. നമ്മുടെ വീനാക്കാവയിലൂടെ എങ്ങോട്ട് എത്തുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്.
മനസ്സിലായോ മക്കളെ? അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലൂടെ പൾമിനറി ആർട്ടറിയിലൂടെ കടന്ന് ലങ്സിലെത്തി. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമിനറി വെയിനിലൂടെ എവിടെ എത്തി? ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തി. ഇതാണ് പൾമിനറി സർക്കുലേഷൻ അത് നടക്കുന്നത്. ദെൻ സിസ്റ്റമിക് സർക്കുലേഷൻ എന്താ നടക്കുന്നത്? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് ഏതിലൂടെ? എറോട്ടയിലൂടെ കടന്ന് ആർട്ടറീസും ആർട്ടറിയോൾസും ഒക്കെ കടന്ന് ക്യാപ്പിലറീസിലൂടെ കടന്ന് എവിടെ എത്തുന്നു? ടിഷ്യൂയിലേക്ക് എത്തുന്നു. ബ്ലഡ് ടിഷ്യൂയിലേക്ക് അല്ലെ എന്താണ് ടിഷ്യൂയിലേക്ക് എത്തുന്നു. ദെൻ സിസ്റ്റമിക് സർക്കുലേഷൻ ബാക്കി നടക്കുവാണ്. എന്താണ്? ഈ ബ്ലഡ് ടിഷ്യൂയിലുള്ള നമ്മുടെ അല്ലെ ടിഷ്യൂയിലൊക്കെയുള്ള ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ എന്താണ് വെന്യൂൾസിലൂടെയും വെയിൻസിലൂടെ ഒക്കെ കടന്ന് എവിടെ എത്തുന്നു? വീന കവയിലൂടെ കടന്ന് എങ്ങോട്ട് എത്തുന്നു? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും, എന്ത് പറയാൻ സാധിക്കും? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ, ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ ലെഫ്റ്റ് സൈഡിലാണ്. ദെൻ റൈറ്റിൽ എന്താണ് ഉള്ളത്? ഡീഓക്സിജൻ ആയിട്ടുള്ള ബ്ലഡ് ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലും. ഡീഓക്സിജൻ ആയിട്ടുള്ള ബ്ലഡ് എവിടെയാണ്? നമ്മുടെ റൈറ്റ് സൈഡിലുമാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഈ സർക്കുലേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ ആയെന്ന് ടീച്ചർ കരുതുന്നു. ഇനി അപ്പം ഇത്രയാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ ഈ സിസ്റ്റമിക് സർക്കുലേഷനിനകത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസും ഓക്സിജൻ പോലെയുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് CO2 എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡ് അതുപോലത്തെ മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തെ കുറിച്ചാണ്. 2 ടൈപ്പ് ഓഫ് വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും പിന്നെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും ദെൻ കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റവും. ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റവും ആണുള്ളത്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് ആണുള്ളത്. ഇതിൽ എന്താന്ന് ചോദിച്ചാൽ ഇൻറ്റസ്റ്റൈനും ലിവറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ടു ലിവർ. അതായത് ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ലിവറിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആണ്. എന്താണ്? സിസ്റ്റമിക് സർക്കുലേഷന്റെ ഭാഗത്തിലേക്ക്, അതായത് സിസ്റ്റമിക് സർക്കുലേഷന് വേണ്ടി ബ്ലഡ് പ്രൊവൈഡ് ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യുന്നു ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം? ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദരവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പം ഇൻറ്റസ്റ്റൈനിലുള്ള ബ്ലഡിനെ എങ്ങോട്ട് കൊടുക്കുന്നു? ലിവറിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഏതിലൂടെയാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസിലൂടെയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലിവർ എന്ന് പറയാം. അതായത് ഇൻറ്റസ്റ്റൈനിലുള്ള ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ലിവറിലേക്ക് കൊണ്ടുപോകുന്നത് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസിന്റെ സഹായത്തോടു കൂടിയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിനകത്ത് എന്തുണ്ട്? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് ഉണ്ട്. ദറ്റ് ക്യാരീസ് എന്താണ്? ബ്ലഡ് എവിടെ നിന്ന് എങ്ങോട്ടുള്ളത്? ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലിവറിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്നു. ഏതിന് മുന്നോടിയായിട്ട്? സിസ്റ്റമിക് സർക്കുലേഷന് മുന്നോടിയായിട്ട് ബ്ലഡിനെ എന്താണ്? ഇൻറ്റസ്റ്റൈനിൽ നിന്നും ലിവറിലേക്ക് കൊണ്ടുപോകുന്നു ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസിന്റെ സഹായത്തോടു കൂടി. അതാണ് എന്തെന്ന് പറയുന്നത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് കൊറോണറി വെയിനും ഉണ്ട്, കൊറോണറി ആർട്ടറിയും ഉണ്ട്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊറോണറി വെസൽസ് ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു? എന്താണ്? സർക്കുലേറ്റ് ബ്ലഡ് ടു ആൻഡ് ഫ്രം കാർഡിയാക് മസ്കുലേച്ചർ. നമ്മുടെ ബോഡിയിലുള്ള കാർഡിയാക് മസ്കുലേച്ചറിലേക്ക് എന്താണ്? ബ്ലഡിനെ കൊടുക്കുന്നതും ബ്ലഡിനെ കൊണ്ടുവരുന്നതും അല്ലെ. ടു ഉണ്ട്, ഫ്രമും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് സാധ്യമാക്കുന്നത് ഏതിലൂടെയാണ്? കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെയാണ്. അപ്പൊ അതിനകത്ത് കൊറോണറി വെയിനും ഉണ്ട്, എന്തുകൊണ്ട്? കൊറോണറി ആർട്ടറിയും ഉണ്ട്. കൊറോണറി വെയിനും ഉണ്ട്, കൊറോണറി ആർട്ടറിയും ഉണ്ട്. ഇത്രയാണ് കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഏതുകൊണ്ടെന്നാ പറഞ്ഞത്? കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് കൊറോണറി വെയിൻസും ഉണ്ട്, കൊറോണറി ആർട്ടറിയും ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. നമ്മുടെ ഹൃദയത്തിന്റെ റെഗുലേഷന്റെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. അപ്പോൾ അടുത്തത് എന്താണ്? റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. നമ്മുടെ ഈ കാർഡിയാക് ആക്ടിവിറ്റിയുടെയൊക്കെ റെഗുലേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി എന്താണ്? ഹാർട്ട് സ്വന്തമായിട്ട് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നത്. ഇൻട്രൻസിക്കലി എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്താണ്? സ്വയസിദ്ധമായിട്ട്
അതായത് ഉള്ളിൽ തന്നെ ആന്തരിക സഹജമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. ഓട്ടോ റെഗുലേറ്റഡ് ബൈ സ്പെഷ്യലൈസ്ഡ് മസിൽസ്. ആരാണ്? സ്വയം നിയന്ത്രിതമാണ്, പക്ഷെ ആരുടെ സഹായത്തോടു കൂടിയാണ്? സ്പെഷ്യലൈസ്ഡ് മസിൽസിന്റെ സഹായത്തോടു കൂടിയാണ്. നമുക്കറിയാം ഹൃദയത്തിൽ കാണപ്പെടുന്ന മസിൽ ഏതാണ്? കാർഡിയാക് മസിലാണ് അല്ലെ, കാർഡിയാക് മസിലാണ്. അപ്പൊ ഈ സ്പെഷ്യലൈസ്ഡ് മസിൽസിന്റെ ഒക്കെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ നമ്മൾ എന്താണ്, മയോജനിക് എന്ന് പറയാം. മയോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പേശികളുടെ സഹായത്തോടു കൂടി ആണ് എന്ത്, ഹൃദയത്തിന്റെ പ്രവർത്തനം സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഹൃദയത്തെ നമുക്ക് മയോജനിക് എന്ന് പറയാം. മയോജനിക് ആയിട്ടുള്ള ഒരു ഓർഗനാണ് എന്തെന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മസിലാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഹൃദയത്തിന്റെ ആ റിതമിക് ആക്ടിവിറ്റീനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇവിടെ പറയുകയാണ് എന്താണ്, മെഡുല ഓംബ്ലാങ്കേറ്റ, അതായത് നമ്മുടെ നെർവിന്റെ പാർട്ടായിട്ട്, ന്യൂറൽ സെന്ററിന്റെ പാർട്ടായിട്ട് വരുന്ന സ്പെഷ്യലൈസ്ഡ് ന്യൂറൽ സെന്റർ ആണ് മെഡുല ഓംബ്ലാങ്കേറ്റ. നമ്മുടെ ബ്രെയിനിന്റെ പാർട്സിൽ വരുന്നതാണ് മെഡുല ഓംബ്ലാങ്കേറ്റ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാർഡിയാക് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിലൂടെ? ANS ലൂടെ. ANS എന്ന് പറയുമ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ANSന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ അതിന്റെ ഫംഗ്ഷനെ മോഡറേറ്റ് ചെയ്യാനായിട്ട് ANSനും സാധ്യമാകുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞേ, മെഡുല ഓംബ്ലാങ്കേറ്റയിലൂടെ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ കാർഡിയാക് മസിൽസ് ആണ്, മസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽ സ്ട്രക്ചർ ആണ് ഹൃദയത്തിന്റെ ആ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്ത് പോകുന്നത്, അല്ലെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്ത് പോകുന്നത്. ഇനി അതിൻ്റെ കൂടെ പറയുവാണ് എന്ത്, മെഡുല ഓംബ്ലാങ്കേറ്റ ന്യൂറൽ സെന്ററിന്റെ പാർട്ടായിട്ട് വരുന്ന മെഡുല ഓംബ്ലാങ്കേറ്റയും എന്ത് ചെയ്യുന്നുണ്ട്, കാർഡിയാക് ഫംഗ്ഷനെ സാധ്യമാക്കാൻ വേണ്ടി ANSന്റെ സഹായത്തോടു കൂടി നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ദെൻ എന്താണ് പറയുന്നത്, ന്യൂറൽ സിഗ്നൽസ്. ന്യൂറൽ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ സിമ്പതിക് നെർവ്സിലൂടെ വരുന്ന ന്യൂറൽ സിഗ്നൽസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഇൻക്രീസ് ദി റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹൃദയത്തിന്റെ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. വെൻട്രിക്കുലാർ കൺട്രാക്ഷന്റെ സ്ട്രെങ്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അത് നമുക്ക് പറയാൻ സാധിക്കും കാർഡിയാക് ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആര്? സിമ്പതറ്റിക് നെർവ്സ്. സിമ്പതറ്റിക് നെർവ്സ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ന്യൂറൽ സിഗ്നൽസ് ഉണ്ടല്ലോ, സിമ്പതറ്റിക് നെർവ്സിൽ കടന്നു വരുന്ന ന്യൂറൽ സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ഹാർട്ട് ബീറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെൻട്രിക്കുലാർ കൺട്രാക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ എന്താണ്, കാർഡിയാക് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ പാരാസിമ്പതറ്റിക് ആയിട്ടുള്ള ന്യൂറൽ സിഗ്നൽസുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്. എന്താണ്, നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റിനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്നു, ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ കൂട്ടുന്നു അല്ലെ. ഇൻക്രീസ് എന്ത് ചെയ്യുന്നു, അതിന്റെ ആ ഒരു റേറ്റ്, ഹാർട്ട് ബീറ്റിന്റെ റേറ്റിനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ദെൻ അതുവഴി എന്താണ്, സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു, കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു കേട്ടോ. ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നു, അവിടെ കുറയുന്നു. അങ്ങനെ എന്താണ്, കാർഡിയാക് ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. പാരാസിമ്പതറ്റിക് ന്യൂറൽ സിഗ്നൽസ് വരുന്നത് വഴി കേട്ടോ. സിമ്പതറ്റിക് ആയിട്ടുള്ള ന്യൂറൽ സിഗ്നൽസ് വരുന്ന വഴി എന്താണ്, ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ എന്താണ്, കാർഡിയാക് ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ പാരാസിമ്പതറ്റിക് ആയിട്ടുള്ള ന്യൂറൽ സിഗ്നൽസ് വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത്, ഹാർട്ടിന്റെ റേറ്റ് ഓഫ് ബീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാകുന്നു, കുറയുന്നു. അതുപോലെ തന്നെ എന്താണ്, ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ എന്ത് സംഭവിക്കുന്നു, കുറയുന്നു. അതുവഴി കാർഡിയാക് ഔട്ട്പുട്ടും എന്ത് ചെയ്യുന്നു, കുറയുന്നു. ദെൻ അഡ്രിനൽ മെഡുലറി ഹോർമോൺസുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. എന്താണ്, കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആരും സഹായിക്കുന്നുണ്ട്, അഡ്രിനൽ മെഡുലറി ഹോർമോൺസും സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ റെഗുലേഷൻ മെയിൻ ആയിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണെന്നാണ് നമ്മളോട് പറയുന്നത്. മയോജനിക് ആണ് അല്ലെ, ഹാർട്ട് എന്ന് പറയുന്ന ഒരു മയോജനിക് ആണ്. വിച്ച് മീൻസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള മസിൽ സ്ട്രക്ചറുകളാണ് ഹൃദയത്തിന്റെ ഈ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കാർഡിയാക് സൈക്കിൾ പറഞ്ഞായിരുന്നു അല്ലെ, എന്താണ്, സൈനോ ഏട്രിയൽ നോഡ് ജനറേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ വഴിയായിട്ട് അല്ലെ, അവിടെ എന്താണ്, അത് കഴിഞ്ഞ് എന്താണ്, ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ടായതിനു ശേഷം പിന്നെ എന്താണ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഹിസ് ബണ്ടിൽസ് അല്ലെ. ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞത്, കാർഡിയാക് മസിലിന്റെ പാർട്ടാണ് നമ്മൾ പറഞ്ഞത്.
ഈ കാർഡിയക് മസിൽ നമ്മുടെ ഹൃദയത്തിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പം എന്ത് പറയാൻ സാധിക്കും? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് മസിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു മയോജനിക്ക എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? അതുകൂടാതെ വേറെ കുറച്ച് ആളുകളും ഇതിന്റെ ഒരു പാർട്ട് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞു വെച്ചത്. അതിലേതാണെന്ന് പറഞ്ഞത്? മെഡുല ഓബ്ലോങ്കേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ANS എന്ന് പറയുമ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കാർഡിയാക് ഫംഗ്ഷനെ മോഡറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് ഏത്? നമ്മുടെ ന്യൂറോ സിഗ്നൽസിൽ വരുന്ന പാരാസിമ്പത്തറ്റിക് ന്യൂറോ സിഗ്നൽസും പിന്നെ ഏതാണ്? സിമ്പത്തറ്റിക് നെർവ്സും. അപ്പം ഈ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു? സിമ്പത്തറ്റിക് നെർവ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹാർട്ട് ബീറ്റിന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു, വെൻട്രിക്കുലർ കൺട്രാക്ഷന്റെ സ്ട്രെങ്തിനെ ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി കാർഡിയാക് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പാരാസിമ്പത്തറ്റിക് ആയിട്ടുള്ള ന്യൂറോ സിഗ്നൽസ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? ഹാർട്ട് ബീറ്റിന്റെ റേറ്റിനെ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ സ്പീഡ് ഓഫ് കണ്ടക്ഷനെയും കുറയ്ക്കുന്നു, കാർഡിയാക് ഔട്ട്പുട്ടും അവർ എന്ത് ചെയ്യുന്നു? അതുവഴി കുറയ്ക്കുന്നു. ഇനി നമ്മുടെ ബോഡിയിലുള്ള അഡ്രിനാൽ മെഡുലറി ഹോർമോൺസ് അവരെന്ത് ചെയ്യുന്നു? കാർഡിയാക് ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്തത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഹൃദയ സംബന്ധമായ ചില രോഗങ്ങളെ കുറിച്ചാണ്. ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ ഹൃദയ സംബന്ധമായ ചില രോഗങ്ങളിലെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചില ഡിസോർഡേഴ്സ്. ഒന്നാമത്തെയാണ് ഹൈ ബ്ലഡ് പ്രഷർ. നിങ്ങൾ കേട്ടിട്ടുള്ള BP എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ? ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്? പറഞ്ഞിരിക്കുന്ന ലെവലിനേക്കാളും ബ്ലഡ് പ്രഷർ കൂടിയൊരവസ്ഥ രക്താതി സമ്മർദ്ദം എന്ന് പറയുന്നു അല്ലെ? ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയാൻ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ കണ്ടീഷനിൽ നിന്നും കൂടിയൊരവസ്ഥ. ഒരു നോർമൽ ആയിട്ടുള്ള BP എന്ന് പറയുന്നത് 120/80 mmHg ആണ്. എന്താണ്? 120/80 mmHg ആണ്. ഇതാണ് ഒരു നോർമൽ മനുഷ്യന്റെ BP എന്ന് പറയുന്നത്. ഇതിലെ 120 സൂചിപ്പിക്കുന്നത് സിസ്റ്റോളിക് പ്രഷറിനെയാണ്, അല്ലെങ്കിൽ എന്താണ്? പമ്പിങ് പ്രഷറിനെയാണ്. ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു പ്രഷറിനെയാണ് സൂചിപ്പിക്കുന്നത് 120 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? സിസ്റ്റോളിക് പ്രഷർ ആണ്. ദാറ്റ് പമ്പിങ് പ്രഷറിനെയാണ് സൂചിപ്പിക്കുന്നത്. 80 mmHg എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷർ അല്ലെങ്കിൽ റെസ്റ്റിംഗ് പ്രഷർ. ഡയസ്റ്റോൾ എന്താണെന്നാ പറഞ്ഞത്? റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ് അല്ലെ? ഹൃദയത്തിന്റെ ചേംബേഴ്സിന്റെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞത് ഡയസ്റ്റോൾ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതിൽ 80 mmHg സൂചിപ്പിക്കുന്നതാണ് ഡയസ്റ്റോളിക് പ്രഷറിനെയാണ്, അതായത് റെസ്റ്റിംഗ് പ്രഷറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഒരാളുടെ നോർമൽ BP എന്ന് പറയുന്നത് എന്താണ്? 120/80 mmHg ആണ്. ഇതിൽ കൂടിയ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. 120യേക്കാളും കൂടിയ ഒരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുക 140/90 mmHg അല്ലെ? മറ്റേതിനേക്കാളും എന്താണിത്? കൂടുതലാണ്. ഇതൊരു ഹൈപ്പർ ടെൻഷൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് എന്തിന് കാരണമാകുന്നു? നമ്മുടെ ഹൃദയ സംബന്ധമായ മറ്റു രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രെയിനെയും കിഡ്നിയെ എന്ത് ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 120 നോർമൽ ആയിട്ടുള്ള 120/80 mmHgയേക്കാളും കൂടിയ ഏതൊരവസ്ഥയും എന്ത് തന്നെയാണ്? ഹൈപ്പർ ടെൻഷൻ ആണ്. അത് എന്തിന് കാരണമാകുന്നു? ഹൃദയ സംബന്ധമായ ഹാർട്ട് ഡിസീസസിന് കാരണമാകുന്നു. ദെൻ എഫക്ട്സ് ബ്രെയിൻ ആൻഡ് കിഡ്നി. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഏത്? കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഏതാണ്? കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അതെറോസ്ക്ലെറോസിസ് ഇത് എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ബ്ലഡ് വെസൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസസ് ആണ്. ഏത് നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. എന്താണ് ഇത്? ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ ഹൃദയത്തിലേക്ക്. അപ്പൊ ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ ബ്ലഡ് വെസൽസിൽ വന്ന് കാൽസ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ തുടങ്ങിയ മറ്റു ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ. ബ്ലഡ് വെസൽസിൽ വന്ന് കാൽസ്യം, ഫാറ്റ്, കൊളസ്ട്രോള് തുടങ്ങിയ വേറെ മറ്റു പല ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ വന്ന് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന വഴി എന്താണ്? നമ്മുടെ ലുമൻ ഓഫ് ആർട്ടറീസിന്റെ ലുമൻ എന്ത് ചെയ്യുന്നു? നാരോ ആകുന്നു, ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ എന്താണ്? ബ്ലഡ് ഫ്ലോ തടയുമല്ലേ ആ ഒരു അവസ്ഥ. അപ്പം എന്താണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാൽ? അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നു. ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ വന്ന് കാൽസ്യം, ഫാറ്റ്, കൊളസ്ട്രോള് തുടങ്ങി മറ്റു വേറെ കുറെ ഫൈബ്രസ് ടിഷ്യൂസ് വന്ന് നമ്മുടെ ഈ ബ്ലഡ് വെസൽസിൽ വന്ന് അടിഞ്ഞുകൂടും, കണ്ടിന്യൂസ് ആയി ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ്? നമ്മുടെ ആർട്ടറീസിന്റെ ലുമനൊക്കെ ചുരുങ്ങുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും, നാരോ ആകുന്ന ഒരവസ്ഥ, ചുരുങ്ങുന്ന ഒരവസ്ഥ. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു അസുഖം കൊറോണറി ആർട്ടറി ഡിസീസസ് സംഭവിക്കുന്നത്. ദെൻ തേർഡ് വന്നാണ്
അഞ്ചിന പെക്ടോറിസിസ് ആണ് അടുത്തൊരു ഡിസീസ്. ഏതാണ്? അഞ്ചിന പെക്ടോറിസിസ്. ഇതെന്ന് പറയുന്നത്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെസ്റ്റ് പെയിൻ ആണ്. എന്താണ്? നമ്മുടെ നെഞ്ചിന് എന്താണ്? വേദന എടുക്കുന്ന ഒരു അവസ്ഥ. അതാണ് അഞ്ചിന പെക്ടോറിസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത്. അതിന് ചെസ്റ്റ് പെയിൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ മസിൽസിലേക്ക് എന്താണ്? ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താത്തൊരവസ്ഥ അല്ലെ? എന്താണ്? ആവശ്യമായിട്ടുള്ള ഒരു ഓക്സിജന്റെ ഒരു കണ്ടന്റ്, ഒരു അളവ് എന്താണ്? നമ്മുടെ ഹാർട്ടിന്റെ മസിലിലേക്ക് എത്താത്തൊരവസ്ഥ മൂലമാണ് എന്തുണ്ടാകുന്നത്? ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത്. അതാണ് അഞ്ചിന പെക്ടോറിസിന് മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഇതിന് എന്താണ്? പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നു. ദെൻ അതുവഴി എന്താണ്? നമ്മുടെ ബ്ലഡ് ഫ്ലോയിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസീസസ് നമ്മുടെ ബ്ലഡ് ഫ്ലോയിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്? അഞ്ചിന പെക്ടോറിസിസ് അല്ലെങ്കിൽ അഞ്ചിന എന്ന് പറയും. ഇതെന്താന്ന് പറഞ്ഞാൽ ചെസ്റ്റ് പെയിൻ ഉണ്ട് ഇതിന്റെ സിംറ്റം ആയിട്ട് കാണിക്കുന്നത്. ഇതിൽ എന്താന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്താത്തൊരവസ്ഥ, ഓക്സിജന്റെ അളവ് കിട്ടാത്തൊരവസ്ഥ. അതാണ് എന്ത്? അഞ്ചിന പെക്ടോറിസിസ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. മെയിൻ ആയിട്ട് മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളിലാണ് കേട്ടോ. മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളിലാണ് മെയിൻ ആയിട്ടും ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. ഇനി ഇതെന്താണ്? അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോയിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ഡിസീസാണ് ഇത് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഹൃദയം മുഴുവനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെ? ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കണ്ടീഷനിൽ എന്താണ്? ബ്ലഡിന്റെ പമ്പിംഗ് ഒന്നും ഉണ്ടാവുന്നില്ല. എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. അതായത് ഇവിടെ എന്താണ് സിംറ്റം ആയിട്ട്? കൺജഷൻ ഓഫ് ദി ലങ്സ്. അടുത്ത ഏതാണ്? ഹാർട്ട് ഫെയിലിയർ ആണ്. ഈ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് പമ്പിങ് ബ്ലഡ്, അതായത് ബ്ലഡ് പമ്പ് ചെയ്യാത്തൊരു അവസ്ഥയാണ്. ഇതുമൂലം എന്താണ്? കൺജസ്റ്റീവ് ആയിട്ടുള്ള ഹാർട്ട് ഫെയിലിയറിലേക്ക്, അതായത് ഇത് എന്താ ഒരു നമ്മൾ പറയത്തില്ലേ അടപ്പ് എന്നൊക്കെ, നെഞ്ചടപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു കണ്ടീഷനാണ്. അങ്ങനെ എന്താണ്? ഹാർട്ട് ഫെയിലിയറിലേക്ക് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നു. ദെൻ എന്താണ്? കൺജഷൻ ഓഫ് ദി ലങ്സ് സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? കൺജഷൻ ഓഫ് ദി ലങ്സിന് എന്താണ്? നമ്മൾ അടപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. ദെൻ എന്താണ്? ബ്ലഡ് എന്ത് ചെയ്തില്ല? പമ്പ് ചെയ്യാത്തൊരു അവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയറിലേക്ക്. അത് പിന്നീട് എന്താണ്? ഹൃദയത്തിന്റെ ആ ഒരു നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. അപ്പൊ ഇത്രയാണ് ഡിസീസസ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്താണ്? ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു. നോർമൽ കണ്ടീഷനേക്കാളും കൂടിയൊരു അവസ്ഥ. നോർമൽ കണ്ടീഷൻ ഏതാണ്? 120/80 mmHg എന്ന് പറഞ്ഞു. ദെൻ അതിനേക്കാളും കൂടിയൊരു അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നമ്മൾ കണ്ടത് എന്താണ്? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് അല്ലെ? ഇതെന്താണ്? നമ്മുടെ അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? നമ്മുടെ ബ്ലഡ് വെസൽസിൽ വന്ന് ഫാറ്റ്, കാൽസ്യം, കൊളസ്ട്രോൾ, അതുപോലത്തെ വേറെ ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ വന്ന് അടിഞ്ഞുകൂടി ബ്ലഡ് ഫ്ലോ ഒക്കെ തടയുന്ന ഒരു അവസ്ഥ അല്ലെ? അതുവഴി എന്താണ്? നമ്മുടെ ബ്ലഡ് വെസൽസ്, ആർട്ടറീസ്, ലുമനൊക്കെ നാരോ ചുരുങ്ങുന്ന ഒരു അവസ്ഥ. ദെൻ തേർഡ് വൺ നമ്മൾ കണ്ടത് അഞ്ചിന പെക്ടോറിസിസ് ആണ് അല്ലെ? അഞ്ചിന എന്ന് പറഞ്ഞത് അല്ലെ? അതെന്താന്നാ പറഞ്ഞത്? ആവശ്യമായിട്ടുള്ള എന്താണ്? ഓക്സിജൻ ഹൃദയത്തിന്റെ പേശികളിലേക്ക് എത്താത്ത ഒരു അവസ്ഥ. ദെൻ തേർഡ് വൺ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഹൃദയത്തിന്റെ റെഗുലേഷൻ അല്ലെ? റെഗുലേഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ കാർഡിയാക് ആക്ടിവിറ്റിയുടെ റെഗുലേഷൻ നമ്മൾ കണ്ടു. ദെൻ പിന്നെ ഡിസോർഡേഴ്സ് കണ്ടു. അതിന് മുന്നേ നമ്മൾ കണ്ടത് ഡബിൾ സർക്കുലേഷൻ ആണ്. ഡബിൾ സർക്കുലേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഏതൊക്കെയായിരുന്നു വരുന്നത്? പൾമിനറി സർക്കുലേഷനും ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട് അല്ലെ? പൾമിനറി സർക്കുലേഷനും ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. ടീച്ചർ ഒന്നും കൂടെ ജസ്റ്റ് അത് ഓർക്കാൻ വേണ്ടി ഒന്നും കൂടെ പറയാണ്. പൾമിനറി സർക്കുലേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിളിലുള്ള നമ്മുടെ ഡീഓക്സിജൻ ആയിട്ടുള്ള ബ്ലഡ് എങ്ങനെയാണ് പൾമിനറി ആർട്ടറിയിലൂടെ ലങ്സിൽ എത്തുന്നു. ദെൻ അവിടുന്ന് നല്ല രക്തം ശുദ്ധീകരിച്ചു. അവിടുന്ന് എങ്ങോട്ടാണ്? ഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് പൾമിനറി വെയിനിലൂടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഇത്രയാണ് പൾമിനറി സർക്കുലേഷനിൽ സംഭവിക്കുന്നത്. ദെൻ സിസ്റ്റമിക് സർക്കുലേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എറോട്ടയിലൂടെ കടന്ന് എന്താണ്? ആർട്ടറിയോൾസും കടന്ന് എന്താണ്? നമ്മുടെ ബ്ലഡ് ടിഷ്യൂസിലേക്ക് എത്തുന്നു. ദെൻ അവിടുന്ന് എന്താണ്? ഡീഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡുകൾ നമ്മുടെ വെയിൻസിലൂടെയും വീന കവയിലൂടെയും കടന്ന് എങ്ങോട്ട് എത്തുന്നു? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഇതാണ് നമ്മുടെ ആ സർക്കുലേഷനകത്ത് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സിസ്റ്റം കണ്ടു, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും പിന്നെ എന്താണ്? കൊറോണറി സർക്കുലേറ്ററി സിസ്റ്റവും പറഞ്ഞു. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആരെ തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഇൻഡസ്റ്റൈനെയും ലിവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെ? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനെയും ലിവറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്?
ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇത്ര നമ്മൾ കണ്ടു അല്ലെ. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? അതിലുള്ള കാർഡിയാക് ടിഷ്യൂസ് ആണ് അല്ലെ, കാർഡിയാക് മസിൽസ് ആണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഹൃദയം എന്ന് പറയുന്നത് ഒരു മയോജനിക്ക എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് കാർഡിയാക് സൈക്കിൾ ആണ്. എന്താണ്? കാർഡിയാക് സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കറിയാം എന്താണ്, നമ്മുടെ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ സമയത്ത് എന്താണ്, നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള പേശികൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നുണ്ട്. എന്താണ്? കൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്താണ്? സൈക്ലിക് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി ഇതിൽ എന്തൊക്കെയാണെന്നാ പറഞ്ഞത്? സൈക്ലിക് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. ഇതിലൂടെ എന്ത് സാധ്യമാക്കുന്ന പറഞ്ഞത്? നമ്മുടെ ബ്ലഡിന്റെ പമ്പിങ്ങിനെയാണ് സാധ്യമാക്കുന്നത് അല്ലെ. ബ്ലഡ് ഫ്ലോയാണ് ഇത് എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഫ്ലോയാണ്, ബ്ലഡ് പമ്പിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ കാർഡിയാക് സൈക്കിളിന്റെ ഫേസസുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ജോയിന്റ് ഡയസ്റ്റോൾ ഉണ്ട്, ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ട്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഉണ്ട്. ഏതൊക്കെയാണ്? ജോയിന്റ് ഡയസ്റ്റോള്, ഏട്രിയൽ സിസ്റ്റോള്, ദെൻ വെൻട്രിക്കുലാർ സിസ്റ്റോള്. ഈ ഏട്രിയലും വെൻട്രിക്കിൾസും ഒക്കെ എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഹൃദയത്തിന് 4 ചേംബർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിനെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? അതിൽ ഏതൊക്കെയാണ്? 2 അപ്പർ ഏട്രിയം അല്ലെങ്കിൽ ഏട്രിയം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ എന്താ പറഞ്ഞത്? 2 ലോവർ വെൻട്രിക്കലും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 2 അപ്പർ ഏട്രിയായും ഉണ്ട്, അതുപോലെ തന്നെ 2 ലോവർ വെൻട്രിക്കലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ബേസിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ കാർഡിയാക് സൈക്കിളിന്റെ ഫേസസ്? ജോയിന്റ് ഡയസ്റ്റോള്, ഏട്രിയൽ സിസ്റ്റോള്, ദെൻ വെൻട്രിക്കുലാർ സിസ്റ്റോള്. ഇനി ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഹൃദയത്തിന്റെ അറകളുടെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. എന്താണ് ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്, റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ അല്ലേ. അപ്പം ഈ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും എങ്ങനെയായിരിക്കും? അത് ഓപ്പൺ ആയിരിക്കും. ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? ഹൃദയത്തിന്റെ ചേംബേഴ്സ് റിലാക്സ്ഡ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥ, റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഇനി ആ സമയത്ത് എന്താണ്? നമ്മുടെ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും എങ്ങനെയായിരിക്കും? ഓപ്പൺ ആയിരിക്കും എന്നാ പറഞ്ഞത്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ട്രൈകസ്പിഡ് വാൽവ് എവിടെയുള്ള ഓപ്പണിംഗ് ആണെന്നാ പറഞ്ഞത്? ട്രൈകസ്പിഡ് റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ളതാണ് ഏത്? ട്രൈകസ്പിഡ് വാൽവ് അല്ലെ. അപ്പം എന്താണ് ട്രൈകസ്പിഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ബൈകസ്പിഡ് എന്താണെന്നാ പറഞ്ഞത്? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ളതാണ് ഏത്? ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മളോട് പറഞ്ഞത്? ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ ചേംബേഴ്സ് എല്ലാം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്. ആ സമയത്ത് എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞത്? ഈ 2 ഓപ്പണിങ്ങും ഈ 2 വാൽവും ഏത്? ട്രൈകസ്പിഡും ബൈകസ്പിഡും എങ്ങനെയാന്നാ പറഞ്ഞേ? ഓപ്പണിംഗ് ആയിരിക്കും എന്നാ പറഞ്ഞത് അല്ലെ. ഓപ്പൺ ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇനി ആ സമയത്ത് എന്താണ്? നമ്മുടെ ബ്ലഡ് ഇതിനുള്ളിലേക്ക് വരുന്നു. ഏതിനുള്ളിലേക്ക്? ഏട്രിയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നു. അവിടുന്ന് എങ്ങോട്ട് പോകുന്നു? വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ഏതിലൂടെയാണ്? പൾമനറി വെയിനിലൂടെയും വീന കവയിലൂടെയും എന്താണ്? നമ്മുടെ ബ്ലഡ് എങ്ങോട്ട് വരുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ഇവിടെ വാൽവിന്റെ ഇടയിൽ അല്ല, എന്താണ്? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കലിനും ഇടയിൽ ഓപ്പണിംഗ് ആയ ബൈകസ്പിഡ് ഉണ്ട് അല്ലേ. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിൽ ആരുണ്ട്? ട്രൈകസ്പിഡ് ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അപ്പം ബ്ലഡ് കയറി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ ഫ്ലോ അല്ലെ എങ്ങോട്ട്? വെൻട്രിക്കിളിലേക്ക് സാധ്യമാവുന്നുണ്ട്. നോക്കൂ, എന്താണ്? ഏട്രിയത്തിന് ഉള്ളിലേക്ക് വരുന്ന ബ്ലഡ് ഏതിലൂടെയാണ്? ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവിലൂടെ എങ്ങോട്ട് പോകുന്നു? വെൻട്രിക്കിളിലേക്ക് പോകുന്നു.
റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം അല്ലെ, രണ്ട് ഏട്രിയത്തിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്. അവരെങ്ങോട്ട് പോകുന്നു, വെൻട്രിക്കിളിലേക്ക് പോകുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ എങ്ങോട്ടാ പോകുന്നത്, വെൻട്രിക്കിളിലേക്ക്. ഏതിലൂടെ വരുന്നതെന്നാ പറഞ്ഞത്, പൾമനറി വെയിനിലൂടെയും വീന കവയിലൂടെയും വരുന്ന നമ്മുടെ ബ്ലഡ് എങ്ങനെയാണ്, ലെഫ്റ്റ് ഏട്രിയത്തിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് ഏട്രിയത്തിലൂടെ റൈറ്റ് വെൻട്രിക്കിളിലേക്കും. ഇനി ആ സമയത്ത് എങ്ങനെയാണ്, സെമിലൂണാർ വാൾവ് എങ്ങനെയായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. എങ്ങനെയാണ്, സെമിലൂണാർ വാൾവ് എങ്ങനെയായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ ഇവിടെയാണ് അല്ലെ എന്ത്, നമ്മുടെ സെമിലൂണാർ വാൾവുകൾ കാണുന്നത് അല്ലെ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയായിരിക്കും, ഈ സെമിലൂണാർ വാൾവ് ഇത് രണ്ടും ക്ലോസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് എന്ത്, ജോയിന്റ് ഡയസ്റ്റോളി നടക്കുന്നത്. അല്ല, ജോയിന്റ് ഡയസ്റ്റോളി എന്ന് പറയുന്നത് എന്താണ്, റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഏത്, നമ്മുടെ ഹൃദയത്തിന്റെ അറകള്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ട്രൈകസ്പിഡും ബൈകസ്പിഡും ഓപ്പൺ ആണ്. അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ബ്ലഡ് ഏട്രിയത്തിലൂടെ വെൻട്രിക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ആ സമയത്ത് എന്താണ്, സെമിലൂണാർ വാൾവ് എങ്ങനെയായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഇനി അടുത്തത് ഏട്രിയൽ സിസ്റ്റോൾ എന്താണ്. നമ്മൾ പറഞ്ഞു കാർഡിയാക് സൈക്കിളിന് 3 ഫേസസ് ഉണ്ട്. ഏതൊക്കെയാണ്, ജോയിന്റ് ഡയസ്റ്റോള്, ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലർ സിസ്റ്റോള്. ഈ ഏട്രിയൽ സിസ്റ്റോള് അതെന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ, നമ്മുടെ സെമിലൂണാർ വാൾവ് ക്ലോസ്ഡ് ആണ്, ബ്ലഡ് ഉള്ളിലേക്ക് വന്നു. എങ്ങനെയാണ്, ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൽവിലൂടെയാണ് ബ്ലഡ് ഉള്ളിലേക്ക് വന്ന് വെൻട്രിക്കിളിൽ വന്നു അല്ലെ. അപ്പോഴേക്കും എന്താണ്, നമ്മുടെ സാൻ എന്ന് പറയുമ്പോൾ ഏതാണ്, നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ് അല്ലെ, സൈനോ ഏട്രിയൽ നോഡ്. ഇതെന്താണ്, നമ്മുടെ ഹൃദയത്തിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് അല്ലേ, എന്താണ്, ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ സൈനോ ഏട്രിയൽ നോഡ് എന്ത് ജനറേറ്റ് ചെയ്യുന്നു, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. എന്താണ്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. അതെന്തിന് കാരണമാകുന്നു, നമ്മുടെ 2 ഏട്രിയത്തിന്റെ കൺട്രാക്ഷന് കാരണമാകുന്നു. ഏതാണ്, നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ 2 ഏട്രിയം എന്ത് സംഭവിക്കുന്നു, കൺട്രാക്റ്റഡ് ആകുന്നു അല്ലെ, കൺട്രാക്ഷൻ നടക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ആ കൺട്രാക്ഷൻ, ഏട്രിയത്തിന് 2നും കൺട്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഇതാണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 2 ടേമാണ് കണ്ടത്. ഏതാണ്, ജോയിന്റ് ഡയസ്റ്റോളും ഏട്രിയൽ സിസ്റ്റോളും. ഇപ്പം ഏട്രിയൽ സിസ്റ്റോളിൽ എന്താണെന്ന് പറഞ്ഞത്, സൈനോ ഏട്രിയനോട് ജനറേറ്റ് ചെയ്യുന്ന ആ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ട് എന്താണ്, ഏട്രിയത്തിന് എന്ത് സംഭവിക്കുന്നു, കൺട്രാക്ഷൻ നടക്കുന്നു അല്ലെ. അതാണ് എന്തെന്ന് പറയുന്നത്, ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്താണ്, നമ്മുടെ വെൻട്രിക്കിൾസിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോയെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യിക്കുന്നു. എന്താണ്, നമ്മുടെ വെൻട്രിക്കിളിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഏത്, ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്. ഇനി ഇതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്താണ്, ഏട്രിയൽ സിസ്റ്റോൾ എന്താണെന്ന് കണ്ടു അല്ലേ. എന്താണ്, സൈനോ ഏട്രിയനോഡിൻ്റെ ഉണ്ടാകുന്ന ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഫലമായിട്ട് എന്താണ്, ഏട്രിയത്തിനുണ്ടാകുന്ന കൺട്രാക്ഷൻ, അതാണ് ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞു. ഇനി എന്താണ്, ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ആ ഒരു ഇത് എവിടെ എത്തുന്നുണ്ട്, നമ്മുടെ വെൻട്രിക്കുലർ വാൽവിലും അല്ലെ വെൻട്രിക്കുലർ സൈഡിലും എന്ത് എത്തുന്നുണ്ട്, ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫോഴ്സ് എത്തുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് എന്താണ്, വെൻട്രിക്കുലർ സൈഡിലുള്ള AVN-ഉം ആൻഡ് AV ബണ്ടിലും എന്ത് സംഭവിക്കുന്നുണ്ട്, അവർക്കും എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഒരു കൺട്രാക്ഷന്റെ ഒരു ഇതുണ്ടാവുന്നുണ്ട്. ഏത്, ഈ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ട്. ഈ AVN എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഏതായിരുന്നു, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡായിരുന്നു അല്ലേ. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡാണ് ഏതെന്ന് പറയുന്നത്, AVN എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇവർക്കും എന്തുണ്ടാകുന്നുണ്ട്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു എനർജിയുടെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, വെൻട്രിക്കിൾസിനും എന്തുണ്ടാകുന്നു, ഒരു കൺട്രാക്ഷൻ ഉണ്ടാകുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏട്രിയത്തിൽ ഉണ്ടായിരുന്ന സൈനോ ഏട്രിയൽ നോഡിലുണ്ടായ ആ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ട് ഏട്രിയത്തിനും കൺട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഏട്രിയൽ സിസ്റ്റോൾ. ഇനി അതിന്റെ ഫലമായിട്ട് എന്താണ്, വെൻട്രിക്കുലർ സൈഡിലും അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഫലമായിട്ട് AVN-നും AV ബണ്ടിലിനും അല്ലെ എന്താണ്,
അതിനൊരു കൺട്രാക്ഷൻ എന്താണ് ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഒരു ഫോഴ്സ് എത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് വെൻട്രിക്കിൾസിനും എന്തുണ്ടാവുന്നുണ്ട്, കൺട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഈ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഏട്രിയ കൺട്രാക്ട് ആയെന്ന് പറഞ്ഞു അല്ലെ, അതിനെന്ത് സംഭവിക്കുന്നുണ്ട്, അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഏതാണ് നമ്മുടെ ഈ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ എന്താണ് നമ്മുടെ ഏട്രിയത്തിന് അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു, അത് പൂർവ്വസ്ഥിതിയിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, പഠിച്ചൊരുങ്ങണം, എന്നാലേ പരീക്ഷയ്ക്ക് നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ.